എന്ന് പറയുന്ന മലക്ക് എപ്പോഴാണ് വരുന്നതെന്ന് നമുക്കറിയില്ലല്ലോ. ആ സമയത്ത് കിടന്ന് നിലവിളിച്ചിട്ട് കാര്യമില്ലല്ലോ. ആ സമയത്ത് നിനക്ക് തൗബ ചെയ്യാനുള്ള അവസരം കിട്ടണമെന്നില്ല. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് നിങ്ങളോടും തന്നെ എന്നോടും നിങ്ങളോടും എനിക്ക് പറയാറുള്ളത്, എന്റെ പ്രിയമുള്ളവരെ, ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ ആയിരക്കണക്കിന് പേരുണ്ടല്ലോ. ഇന്നിവിടെ നിന്ന് പിരിയുമ്പോ നിറകണ്ണുകളോടെ പടച്ച റബ്ബിന്റെ മുന്നിൽ തൗബ ചെയ്യാതെ ഒരു മനുഷ്യൻ പോലും ഇവിടെ നിന്ന് ഇറങ്ങരുത്. നാളെ രാവിലെ ചെയ്യാമെന്നല്ല, വീട്ടിൽ പോയിട്ട് തൗബ ചെയ്യാമെന്നല്ല, ഇന്നീ സദസ്സിലിരുന്ന് കൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് ഇരു കരങ്ങൾ ഉയർത്തിയിട്ട് ജീവിതത്തിൽ ചെയ്തു പോയ അപരാധങ്ങൾ മുഴുവനും പടച്ച റബ്ബിന്റെ മുന്നിൽ ഏറ്റുപറഞ്ഞ് തൗബ ചെയ്യാതെ ഒരു മനുഷ്യൻ പോലും ഇവിടെ നിന്ന് പിരിയരുത്. ഇത് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര് ചോദിക്കുന്ന ഉസ്താദേ, ജീവിതത്തിൽ ഒരുപാട് പാപം ചെയ്തവരാണല്ലോ, ഒരുപാട് പാപങ്ങൾ എന്റെ ജീവിതത്തിൽ വന്നു പോയല്ലോ. ഈ പാപങ്ങളൊക്കെ ഞങ്ങൾ എവിടെ കൊണ്ട് കഴുകാനാണ്? എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടത്? ആരോടാണ് പറയേണ്ടത്? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുകയാണ്. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ഒരു ചെറുപ്പക്കാരൻ കടന്നു വരികയാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, പ്രവാചകന്റെ മുന്നിലേക്ക് കരഞ്ഞുകൊണ്ട് കടന്നു വരികയാണ്. എന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, ഇന്നീ അതിനവിടുന്ന് പ്രവാചകനോട് പറയുന്നു, നബിയേ, ഞാൻ ജീവിതത്തിൽ ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയി, ഒരുപാട് നന്ദികേടുകൾ പടച്ചവനോട് കാണിച്ചു പോയി. അതുകൊണ്ട് ഞാൻ എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടത്? അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ വന്ന് കരഞ്ഞുകൊണ്ട് തന്റെ ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങളെ കുറിച്ച് ലോകത്തിന്റെ നേതാവിനോട് പറഞ്ഞു കൊടുക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്ത തൗബ ചെയ്യാൻ ഈ ചെറുപ്പക്കാരൻ പറയുന്നു, യാ റസൂലല്ലാഹ്, ഞാനതാ പടച്ച റബ്ബിന്റെ മുന്നിൽ ചെയ്യില്ല എന്ന് പറഞ്ഞ് തൗബ ചെയ്തതാ, എന്നിട്ടും ഞാൻ പാപം ചെയ്യുന്നു നബിയേ. അല്ലാഹുവിനോട് ഞാൻ തൗബ ചെയ്തതാണ്, ഇനി ഒരിക്കലും ചെയ്യില്ല എന്ന് തൗബ ചെയ്തിട്ട് പിന്നെയും അതേ പാപം തന്നെ ഞാൻ ചെയ്യുകയാണ്. റസൂലുള്ളാഹി പറഞ്ഞു, നീ പിന്നെയും തൗബ ചെയ്യ്, രണ്ടാമതും തൗബ ചെയ്യ്. ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, നബിയേ, പിന്നെയും ഞാൻ ആ പാപം ചെയ്യുകയാണ്. റസൂലുള്ളാഹി പറഞ്ഞു, പിന്നെയും തൗബ ചെയ്യ്. ആ ചെറുപ്പക്കാരൻ പിന്നെയും മുത്തി നബിയോട് ചോദിക്കുകയാ, എപ്പോഴും ഇത് തന്നെയാണ് പറയുന്നത്, തെറ്റ് ചെയ്യില്ല എന്ന് പടച്ച റബ്ബിന്റെ മുന്നിൽ ഉറപ്പിച്ച് തൗബ ചെയ്തിട്ട് പിന്നെയും 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 ഞാൻ ഇങ്ങനെ പാപം ചെയ്യുകയാ. അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, പിന്നെയും തൗബ ചെയ്യാൻ. ആ മനുഷ്യൻ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, എത്രയാ നബിയേ തൗബ ചെയ്യേണ്ടത്? ഏത് സമയം വരെയാ തൗബ ചെയ്യേണ്ടത്? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്നു, ചെറുപ്പക്കാരാ, എത്ര വരെയാണ് തൗബ ചെയ്യേണ്ടതെന്നറിയുമോ? എടാ, ഒരു തെറ്റ് ചെയ്തതിന്റെ പേരില് അല്ലാഹുവിന്റെ മുന്നിൽ പോയിട്ട് തൗബ ചെയ്തു, പടച്ചവനെ പറ്റിപ്പോയി തമ്പുരാന്, കള്ള് കുടിച്ചു പോയി തമ്പുരാന്, വ്യഭിചരിച്ചു പോയി തമ്പുരാന്, പലിശ തിന്നു പോയി പടച്ചവര്, അല്ലാഹുവേ നിസ്കരിക്കാതെ തോന്നിവാസിയെ പോലെ ജീവിച്ചു പടച്ചവര്, എന്റെ ജീവിതത്തിൽ ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയി, ഇനി ചെയ്യില്ല തമ്പുരാന് എന്ന് പറഞ്ഞ് ഇന്ന് രാത്രി തൗബ ചെയ്തിട്ട് നാളെ അതേ പാപം തന്നെ നീ ചെയ്താ നാളെ വൈകുന്നേരം നീ തൗബ ചെയ്യണേ. ചെയ്യില്ലെന്ന് പറഞ്ഞിട്ട് മറ്റേ നാള് രാവിലെ വീണ്ടും അതേ പാപം ചെയ്തു, അന്ന് നീ തൗബ ചെയ്യ്. എടാ ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ മുന്നിൽ പിന്നെയും പിന്നെയും തൗബ ചെയ്യുമ്പോ അല്ലാഹുവിന് നിന്നോട് വെറുപ്പ് തോന്നാറില്ല, സ്നേഹം കൂടുകയാ മോനെ. അല്ലാഹുവിന്റെ മുന്നിൽ നീ പോയി തൗബ ചെയ്യുമ്പോ അല്ലാഹുവിന് നിന്നോട് വല്ലാത്ത സ്നേഹമാ, നിന്നോട് വല്ലാത്ത ഇഷ്ടമാ.
ഏതുവരെ തൗബ ചെയ്യണമെന്നറിയുമോ? ശൈത്താൻ നിന്റെ മുന്നിൽ തോറ്റുപോകണം. ലോകത്തിന്റെ നേതാവ് പറയുകയാണ്, ശൈത്താൻ പോലും നിന്റെ മുന്നിൽ തോറ്റുപോകണം. ശൈത്താൻ തന്നെ പറയണമല്ല, ഇനി ഇവന്റെ കൂടെ നിന്നിട്ട് കാര്യമില്ല, ഇവനെ പിഴപ്പിച്ചിട്ട് കാര്യമില്ല, ഇവനെ കൊണ്ട് പാപം ചെയ്യിപ്പിച്ചിട്ട് കാര്യമില്ല. എത്ര ഞാൻ കഷ്ടപ്പെട്ട് ഇവനെ കൊണ്ട് പാപം ചെയ്യിപ്പിച്ചാൽ ഇവൻ തൗബ ചെയ്യുന്നല്ലോ, ഇവനെ തൗബ ചെയ്ത് നന്നാകുന്നല്ലോ. ഇബ്ലീസ് പരാജയപ്പെടുന്നത് വരെ നീ തൗബ ചെയ്യണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൗബ ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ ഒരു വട്ടം പറഞ്ഞു, പഠിച്ചവനെ ഇനി ഞാൻ കള്ളു കുടിക്കത്തില്ല തമ്പുരാനെ, ഇന്നത്തോടു കൂടി എല്ലാം നിർത്തി, നാളെ രാവിലെ വേറെ കള്ളു കുപ്പി കണ്ടപ്പം പോയി കുടിച്ചു. ഉടനെ അന്നും വൈകിട്ട് പറയാ, പഠിച്ചവനെ ഇനി ചെയ്യില്ല, പറ്റിപ്പോയി തമ്പുരാനെ, എന്നിട്ട് മറ്റന്നാളും പോയി കുടിച്ചു. ഓരോ പ്രാവശ്യം നീ ചെയ്തിട്ട് പിന്നെയും പിന്നെയും അള്ളാഹിനോട് പറയുമ്പോ പാപ്പായ്ക്കും ഉമ്മായിക്ക് ദേഷ്യം വരുന്നേ, അള്ളാഹിക്ക് ദേഷ്യം വരത്തില്ല. പറയും തോറും അള്ളാഹുവിന് സ്നേഹം കൂടും. അപ്പൊ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, നബിയെ എന്ന് ഇങ്ങനെ തന്നെയാ ഞാൻ ചെയ്യുന്നത്. അപ്പൊ റസൂലുള്ളാഹി തങ്ങളോട് ചോദിച്ചു, എത്ര വരെ പോകണം? ഇബ്ലീസ് നിന്റെ മുന്നിൽ തോക്കണം. ഇബ്ലീസ് കഷ്ടപ്പെട്ടുകൊണ്ട് നിന്നെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കും, പക്ഷെ നീ തൗബ ചെയ്യും. അവസാനം നിന്റെ മുന്നിൽ ശൈത്താൻ പറയും, അസ്സലാമു അലൈക്കും, ഇനി ഇവന്റെ കൂടെ നടന്നിട്ട് കാര്യമില്ല, അവൻ തോറ്റോടുന്നത് വരെ നീ തൗബ ചെയ്യണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന, അവസാനം ഇബ്ലീസ് നിന്റെ മുന്നിൽ ശപഥം ചെയ്യും, പോവാ മോനെ അസ്സലാമു അലൈക്കും. അതുവരെ അവിടെ നിന്ന് ചരിത്രത്തിൽ കാണാം, മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുന്നിലേക്ക് ഒരു മനുഷ്യൻ കടന്നു വന്നു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് തന്റെ ജീവിതത്തിൽ ചെയ്ത പാപങ്ങളെ കുറിച്ച് ഇങ്ങനെ പറയാ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുന്നിൽ തന്റെ ജീവിതത്തിൽ ചെയ്ത കൊടും പാപങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കണ്ണുകൾ നിറയാൻ തുടങ്ങി. അല്ലാഹുവേ, എത്ര വലിയ പാപമാ പടച്ചവനെ ഈ ചെറുപ്പക്കാരൻ ചെയ്തിരിക്കുന്നത്, ഇങ്ങനെ കേൾക്കാം. അവസാനം ആ ചെറുപ്പക്കാരൻ ചോദിച്ചു, തങ്ങളെ എനിക്ക് അല്ലാഹു പുറത്തു തരുവോ? മഹാനവറുകൾ തന്റെ വീടിന്റെ അകത്തേക്ക് കരഞ്ഞുകൊണ്ട് കയറിപ്പോയി. കുറെ സമയം കഴിഞ്ഞ് വെളിയിലേക്ക് ഇറങ്ങി വന്നു. വീടിന്റെ പുറത്ത് ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരന്റെ മുന്നിലേക്ക് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു കടന്നു വന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? പൊന്നുമോനെ, സ്വർഗത്തിന് 7 കവാടങ്ങളുണ്ട്. ആ കവാടങ്ങൾ ഇടയ്ക്ക് തുറക്കുകയും അടയ്ക്കുകയും ചെയ്യും. എന്നാ സ്വർഗത്തിൽ തൗബ എന്ന് പറയുന്ന ഒരു വാതിലുണ്ട്. അല്ലാഹുവേ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു കൊടുക്കുകയാ, തൗബ എന്ന് പേരുള്ള ഒരു വാതിലുണ്ട്. ആ വാതിലിനൊരു മലക്ക് കാവല് നിൽക്കുന്നുണ്ട്. അത് ഒരിക്കലും അടയ്ക്കാറില്ല, അത് ഒരു സമയത്തും അടയ്ക്കാറില്ല. അതുകൊണ്ട് പൊന്നുമോനെ, നീ എത്ര വലിയ പാപം ചെയ്തവനാണെങ്കിലും പടച്ച റബ്ബിന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഏറ്റുപറയാൻ തയ്യാറാകണമെന്ന് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുമ്പോ, ഈ സദസ്സിൽ നിരന്നിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട്, കള്ളു കുടിച്ചവനാണോ, വ്യഭിചരിച്ചവനാണോ, പലിശ തിന്നവനാണോ, നിസ്കരിക്കാത്തവനാണോ, ഭാര്യ വഞ്ചിച്ചവനാണോ, ഭർത്താവിനെ ചതിച്ചവനാണോ, കാമുകന്റെ കൂടെ കറങ്ങിയവളാണോ, പൊന്നുമക്കളെ, എത്ര വലിയ പാപം ചെയ്താലും നീ ഭയപ്പെടണ്ട. എത്ര വലിയ അപരാധം ചെയ്തവനാണോ, ഒരിക്കലും നീ പേടിക്കണ്ട. അതിനൊരു പരിഹാരമുണ്ട്, അതിനൊരു മാർഗമുണ്ട്. ആരല്ല പറഞ്ഞത്? പരിശുദ്ധമായ ഖുർആൻ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനാണ് പറയുന്നത്. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. ഇത് പറയുന്നത് അല്ലാഹുവാ, ഇത്
പറയുന്നത് അല്ലാഹുവാ. നബിയെ പറഞ്ഞു കൊടുക്ക്, നബിയെ അങ്ങയുടെ ദാസന്മാരോട് പറഞ്ഞു കൊടുക്ക്. അവര് കള്ളു കുടിച്ചവരാണോ, അവര് വ്യഭിചരിച്ചവരാണോ, അവര് പലിശ തിന്നവരാണോ, അവരെത്ര വലിയ പാപം ചെയ്തവരാണെങ്കിലും എന്നോടൊന്ന് പറയാ പറ നബിയേ, എന്നോടൊന്ന് പറയാ പറ നബിയേ. ഞാൻ ഗഫൂറല്ലേ നബിയേ, ഞാൻ റഹീമല്ലേ നബിയേ. അതുകൊണ്ട് ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയവരോട് പറയുകയാ, ഇവിടെ തൗബ ചെയ്യാനുള്ള മജ്ലിസാണ്. ഇന്ന് പടച്ചറപ്പിന്റെ മുന്നില് ഈ നൂറുകണക്കിന് ആൾക്കാരുടെ മുന്നിൽ നിന്നുകൊണ്ട് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാകമാരെ കാവൽ നിർത്തിയിട്ട് ഈ ദുനിയാവിലെ സ്വർഗ്ഗത്തിലിരുന്നു കൊണ്ട് പടച്ചറപ്പിന്റെ ഭവനത്തിന്റെ മുന്നിലിരുന്ന് ആലിമീങ്ങളും ഹാഫിളീങ്ങളും സയ്യിദന്മാർ, ഹജ്ജ് ചെയ്തവരും ഉംറ ചെയ്തവരും ഹാഫിളീങ്ങളും ഒരുപാട് പേരുടെ ജനങ്ങളുടെ നടുവിലിരുന്നിട്ട് അള്ളാന്റെ മുന്നിലൊന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൗബ ചെയ്യാൻ കഴിയുമോ? ഒരാൾ പോലും തൗബ ചെയ്യാതെ ഇവിടുന്ന് പിരിയില്ലേ. ഇവിടുന്ന് ഒരാൾ പോലും ഇന്ന് ജീവിതത്തിൽ ചെയ്തു കൂട്ടിയത് മുഴുവനും ഈ സ്വർഗത്തിന്റെ പണ്ണിൽ കുടിച്ചു മൂടിയിട്ട് അല്ലാതെ ഇവിടുന്ന് പിരിയരുത്. അല്ലാഹുവേ, തൗബ ചെയ്തു മടങ്ങാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാഹു. നമ്മുടെ തൗബ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇന്ന് ഇവിടെ ഒരുമിച്ച് കൂടി എല്ലാവരും ഇന്ന് അവസാനം വരെ പിരിവൊന്നുമില്ല. ഇന്നിവിടെ നിന്ന് പിരിയുമ്പോ അള്ളാഹുടെ മുന്നിൽ തൗബ ചെയ്തിട്ട് സ്വർഗത്തിന്റെ അവകാശിയെ പോലെ ഈ പോകണ വഴി മരിച്ച സ്വർഗം കിട്ടണം. ആ അവസ്ഥയിൽ വേണം പിരിയാൻ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. തൗബ ചെയ്യാമെന്ന് നീയത്ത് ചെയ്യുന്നവര് കൈപൊക്കിക്കേ. അരക്കയ്യന്മാരെ ഒന്നും അള്ളാഹ് അവിടെ കയറ്റത്തില്ല, വേണമെങ്കിൽ പൊക്കിക്കോ. അൽഹംദുലില്ലാ. അള്ളാഹു നമ്മുടെ തൗബ സ്വീകരിക്കുമാറാകട്ടെ, അള്ളാഹു തൗബ സ്വീകരിക്കുമാറാകട്ടെ. എന്തേ പ്രതിഫലം എന്ന് കേൾക്കോ? പലർക്കും കൈവക്കാൻ മടി, പലർക്കും കൈപൊക്കാൻ മടി. എന്നാൽ ഈ കൈപൊക്കിയവർക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം അറിയോ? ഈ കൈപൊക്കിയ നിങ്ങൾക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ അവിടെന്ന് പറയുന്നു. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ മാത്ത ശാബുൻ തായിബുൻ യർഫഉല്ലാഹുൽ അദാബ അൻ മഖാബിരിൽ മുസ്ലിമീൻ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇവിടെ ഇരുന്ന് കൈപൊക്കിയ നീ, ഇവിടെ ഇരുന്ന് തൗബ ചെയ്ത നീ ഇന്നിവിടെ നിന്നും വീട്ടിലേക്ക് മടങ്ങിപ്പോയി പോകുന്ന വഴിയിലങ്ങ് മരിച്ചു. അള്ളാഹു നമുക്ക് നല്ല മരണം നൽകുമാറാകട്ടെ. ഒരു ആമീൻ പറഞ്ഞ്. എന്താ പേടിയുണ്ടോ മരിക്കാൻ? എന്താ പേടിയുണ്ടോ? നീ പിന്നെ എന്നും മരിക്കാനിരിക്കുക? എടാ, ദുനിയാവിലെ സ്വർഗത്തിൽ ഇരുന്നിട്ട് സർവ്വ പാവങ്ങളും അള്ളാഹുടെ മുന്നിൽ ഏറ്റു പറഞ്ഞിട്ട് ഉമ്മ പ്രസവിച്ചതുപോലെ പോണ വഴി മരിച്ചുപോയ സ്വർഗത്തിലല്ലേ പോണ, പിന്നെ എന്തിനാ പേടിക്കണേ? അള്ളാഹു നമുക്ക് നല്ല മരണം നൽകുമാറാകട്ടെ, അള്ളാഹു നല്ല മരണം നൽകുമാറാകട്ടെ. അപ്പൊ എന്റെ പ്രിയപ്പെട്ടവരെ, നീ മരണപ്പെട്ടു. നാളെ ഇവിടത്തെ പള്ളിയിൽ, ഇവിടെ ഈ മിനാരത്തിലൂടെ ഇന്നാലില്ലാഹി വിളിച്ചു പറയാറുണ്ടോ? ഉണ്ടോ? ഈ മരിച്ച വാർത്ത വിളിച്ചു പറയാറുണ്ടോ? ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയും, ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തിലാവട്ടെ, നാളെ നീ മരിച്ചുപോയി എന്ന് വിളിച്ചു പറഞ്ഞു. നിന്റെ വീട്ടുകാരെല്ലാവരും കൂടെ നിന്റെ വീട്ടിൽ കടന്നു വന്നു, നിന്റെ മയ്യത്ത് കണ്ടു, കുളിപ്പിച്ചു, കഫവൊക്കെ പൊതിഞ്ഞു, നല്ല മനോഹരമായ തുണിയിലൊക്കെ, വല്ല 3 കഷ്ടം വില കൂടിയതൊന്നുമില്ല, 2500 രൂപ അങ്ങാണ്ടേ ഉള്ള ഒരു പാക്കറ്റിന് ഈ തുണി അങ്ങോട്ട് വാങ്ങിയിട്ട് നിന്നെ നല്ലതുപോലെ പൊതിഞ്ഞു 3 കെട്ടുകൾ വലിച്ചു കെട്ടി, 3 കെട്ടുകൾ നല്ലതുപോലെ ഇങ്ങനെ ഇറക്കി കെട്ടി കുളിപ്പിച്ചു കൊണ്ടുവന്ന് കിടത്തിയിട്ട് എല്ലാവരും, മഹാനായ തഴവ ഉസ്താദ് ആ രംഗം മനോഹരമായി പറയുന്നുണ്ട്. മുക്കിന്റെ ദ്വാരം പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ, കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ, മയ്യത്തുകെട്ടിൽ തോളിലേക്കുയരുന്നേ, പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ, അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. വല്ലാത്ത രംഗമാ. മുക്കിന്റെ ദ്വാരത്തിൽ പഞ്ഞിയെടുത്ത് വെച്ചിട്ട് എല്ലാരും കണ്ടല്ലോ, പൊതിയാൻ പോവാ, പൊതിയ അങ്ങട്ട്. അവസാനം ഈ പള്ളിയിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന കോടിക്കണക്കിന് രൂപ വിലയുള്ള ഒരു വാഹനമുണ്ട് മയ്യത്ത് കെട്ടില്, അതിന് കോടി തന്നെയാ വില.
അതിന് കോടിക്കണക്കിന് രൂപയാ. കാരണം എല്ലാവരുടെ വീടിന്റെ മുന്നിൽ വരുന്നൊരു വാഹനം വല്ലാത്ത വാഹനമാ. ആ വാഹനം വീട്ടിൽ കയറുന്നത് എല്ലാവർക്കും പേടിയാ. ആ വാഹനം വീട്ടിൽ കയറുന്നതിന് എല്ലാവർക്കും പേടിയാ. അങ്ങനെയുള്ള വാഹനത്തിന്റെ മുകളിൽ നിന്നെ എടുത്ത് മലർത്തിക്കടത്തി ഈ പള്ളിയിൽ കൊണ്ടുവന്ന് ഖതീബ് ഉസ്താദ് മയ്യത്ത് നിസ്കരിച്ചു. എന്നിട്ട് ഇവിടെ കബറുംകാട്ടിലേക്ക് ഇറക്കുക, പള്ളിപ്പറമ്പിലേക്ക് ഇറക്കുക. ഇവിടെ ഇരുന്ന് തൗബ ചെയ്ത നിന്റെ മയ്യത്ത് ഇവിടത്തെ ഖബർസാനിലേക്ക് കബറടക്കാൻ കൊണ്ടിറങ്ങുമ്പോ നിന്നെ കൊണ്ടുവന്ന് ഖബർസാനിൽ കൊണ്ടുവന്ന് ഖബറിന്റെ അകത്ത് ഇറക്കി വെച്ചു. പള്ളിപ്പറമ്പിൽ ഒരുക്കി വെച്ചിരിക്കുന്ന ഖബറ്, ആ ഖബറിന്റെ അകത്തേക്ക് നിന്റെ മയ്യത്ത് ഇറക്കി വെക്ക. ഇതൊക്കെ പറയുമ്പോ പടച്ചവനെ, പണ്ടൊക്കെയായിരുന്നു പള്ളിപ്പറമ്പ്, ഇപ്പൊ പള്ളിപ്പറമ്പൊന്നും അല്ലല്ലോ. പണ്ടൊക്കെ പള്ളിപ്പറമ്പെന്ന് പറഞ്ഞ ഖബർസാൻ എന്ന് പറഞ്ഞ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ കോമഡി പറയുന്നത് പള്ളിപ്പറമ്പിൽ നിന്നിട്ടാ. ഇപ്പൊ തമാശ പറയുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖബറിനെ കുറിച്ച് അതൊക്കെ പേടിയൊക്കെ മാറി. ഇപ്പൊ വേണമെങ്കിൽ പള്ളിക്കാട്ടിലെ ഖബറിന്റെ ചാരത്ത് നിന്നിട്ട് സെൽഫി എടുക്കണ കാലമാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പണ്ടാരും പള്ളിപ്പറമ്പിൽ പോകാറില്ല പേടിച്ചിട്ട്. എന്നാൽ ഇന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ പള്ളിപ്പറമ്പിലെ ഖബറിന്റെ ചാരത്ത് പോയി നിന്ന് ഫോൺ വിളിക്കും, അവിടെ നിന്നുകൊണ്ട് തമാശ പറയും, അവിടെ നിന്നുകൊണ്ട് രാഷ്ട്രീയം പറയും, അവിടെ നിന്നുകൊണ്ട് കണ്ടവന്റെ പച്ചയിറച്ചിയും തിന്നും. ഇതാണ് ഇന്നത്തെ അവസ്ഥ. എങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്ന് ചിന്തിച്ചു നോക്ക്. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് മഹാനായ അബൂദർ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി തങ്ങളുടെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, നബിയെ, ഒന്ന് നന്നാകാൻ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞതാ. ഉസ്താദിന്റെ അടുക്ക വന്നിട്ട് ചെറുപ്പക്കാര് ചോദിക്കാറുണ്ട്, ഉസ്താദ് നന്നാവാമല്ല ദുആയുണ്ടോ? നന്നാകാനുള്ള എന്തെങ്കിലും ഒരു വഴിയുണ്ടോ? ഒരു വഴിയുണ്ടടാ ചെറുപ്പക്കാരാ. എത്ര വലിയ മുതുകുടിയനെയും നന്നാക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ. നന്നാകാനുള്ള ഒരു എളുപ്പവഴി ഞാൻ പറയാം. മഹാനായ അബൂദർ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്ത് വന്നിട്ട് ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, നന്നാകണം നബിയേ, എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരാ പ്രവാചകനോട് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സുനിൽ ഖുബൂർ, പള്ളിപ്പറമ്പിൽ പോകാനാ പറഞ്ഞത്. എടാ ചെറുപ്പക്കാരാ, എടാ നിനക്ക് നന്നാകണമെന്ന് ആഗ്രഹമുണ്ടോ പൊന്നുമോനെ? ഇവിടത്തെ ഖബർസാനില് നാളെ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോ ഇവിടത്തെ പള്ളിപ്പറമ്പിലേക്കൊന്ന് കടന്നു പോകു മോനെ. ഒരുപാട് പേരവിടെ കിടപ്പുണ്ട്. പ്രായമുള്ളവര് കിടക്കുന്നുണ്ട്, ചെറുപ്പക്കാര് കിടക്കുന്നുണ്ട്, ഒരുപാട് സുന്ദരികളും സുന്ദരന്മാരും കിടക്കുന്നുണ്ട്. ആ പള്ളിപ്പറമ്പില് കുറച്ചു നേരം ഒന്ന് പോയി നിക്കടാ, നിന്റെ ജീവിതത്തിൽ മാറ്റം വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്നതാ നിന്നെ പോലെ ദുനിയാവിന്റെ തുലിക്ക് മുകളിൽ സ്വപ്നങ്ങളും മോഹങ്ങളും പ്രതീക്ഷകളുമായി ജീവിച്ചിരുന്ന ഒരു മനുഷ്യനെ കൊണ്ടുപോയ പള്ളിപ്പറമ്പിൽ ഒരു ചെറിയ കുടിക്കകത്ത് ഇറക്കി മലർത്തി കിടത്തിയിട്ട് അവിടെ നിന്നുകൊണ്ട് ആ മനുഷ്യന്റെ നെഞ്ചിന്റെ മുകളിലേക്ക് പിടിമണ്ണ് വാരിയിടുമ്പോ അവിടെ നിന്നുകൊണ്ട് തമാശ പറയുന്നവരെ, അവിടെ നിന്നുകൊണ്ട് ചിരിക്കുന്നവരെ, എങ്ങനെ കഴിയുന്നു പൊന്നുമോനെ? വാപ്പാ, നിനക്കെങ്ങനെ കഴിയുന്നു? പള്ളിപ്പറമ്പിൽ പോയി നിന്നുകൊണ്ട് നിനക്ക് തമാശ പറയാ, അവിടെ പോയി നിന്നുകൊണ്ട് സംസാരിക്കാൻ എങ്ങനെയാണ് നിനക്ക് കഴിയുന്നത്? മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു, എന്റെ പ്രിയപ്പെട്ടവരെ, ജന്നത്തുൽ ബഖീയുടെ മധ്യസ്ഥാനത്ത് കിടക്കുന്ന ഉസ്മാൻ തങ്ങള് ഖബറിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ഖബർ കണ്ടു കഴിഞ്ഞാൽ തന്റെ താടി രോമത്തിലൂടെ കണ്ണുനീരിങ്ങനെ ഒഴുകുകയാണ്, കണ്ണിലൂടെ കണ്ണുനീരിങ്ങനെ ഒഴുകുകയാ. സ്വഹാബികൾ പോലും ചോദിക്കുന്ന ഉസ്മാൻ തങ്ങള്, നരകം പറയുമ്പോ ഇതുപോലെ കരയാറില്ലല്ലോ, പരലോകം പറയുമ്പോ ഇതുപോലെ കരയാറില്ലല്ലോ, സിറാത്തിനെ കുറിച്ച് പറയുമ്പോൾ ഇതുപോലെ കരയാറില്ലല്ലോ, മരണത്തെ കുറിച്ച് പറയുമ്പോ ഇതുപോലെ കരയാറില്ലല്ലോ, ഖബറിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാ തങ്ങളെ ഇങ്ങനെ കരയുന്നത്? അവിടെന്ന് മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അവിടെന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? സഹാബാ, അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ.
പള്ളിപ്പറമ്പിൽ രക്ഷപ്പെട്ട് കഴിഞ്ഞ ബാക്കിയുള്ള സ്ഥലങ്ങൾ മുഴുവനും രക്ഷപ്പെട്ടു സ്വഹാബ. പള്ളിപ്പറമ്പിലല്ലേ രക്ഷപ്പെടേണ്ടത്. അതുകൊണ്ട് ചെറുപ്പക്കാരാ ചിരിക്കല്ലേടാ, തമാശ പറയല്ലേടാ, രാഷ്ട്രീയം പറയല്ലേ, കുടുംബകാര്യം പറയേണ്ട സ്ഥലമല്ല പള്ളിപ്പറമ്പ്. ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. മേടയ്ക്കു പകരം മളമാ സുബ്ഹാനാ, റബ്ബിയതിൽ കിടക്കേണ്ടതാ നസുമാനാ. ഇതൊക്കെ ചിന്തിച്ചോ നീ കരയുക സോദരാ, എങ്കിൽ സുറൂറായി നീ കിടക്കും മറുകരാ. ഖബറിനെ കുറിച്ച് പള്ളിയിലെ ഉസ്താദന്മാര് വാഴ്ന്നു പറഞ്ഞു കഴിഞ്ഞ പേടിക്കണമടാ ചെറുപ്പക്കാരാ. ഖബറിനെ കുറിച്ച് പറയുന്നത് പേടിക്കണം പൊന്നുമോര്. ഖബറ് കണ്ടാ കരയട്, ഖബറ് കണ്ടാ കരയട് മോനെ. പള്ളിപ്പറമ്പിലെ ഖബറ് കണ്ടു കഴിഞ്ഞാൽ അല്ലാഹുവേ ഒരു ദിവസം ഞാനും ഇവിടെ വന്ന് കിടക്കണ്ടവനാ. എന്തിനാ? നിന്നെ കൊണ്ട് തന്നെ അല്ലാഹു നിന്റെ വാപ്പാനെ ഖബറടക്കിപ്പിച്ചത്. സ്വന്തം വാപ്പയെ കൊണ്ട് തന്നെ മക്കളുടെ മയ്യത്ത് ഖബറടപ്പിക്കുന്നത് എന്തിനാടാ ചെറുപ്പക്കാരാ? പള്ളിപ്പറമ്പിൽ ഒരു മനുഷ്യന്റെ മയ്യത്ത് ഖബറിനകത്ത് ഇറക്കി വെച്ചിട്ട് ഒരു പിടി മണ്ണ് വാരിയിട്ട് എന്തിനാ ഇടാൻ പറഞ്ഞത്? മണ്ണ് വാരി ഇടുമല്ലോ. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ. ഇന്ന് പിടിമണ്ണ് വാരിയിടാ പറഞ്ഞത് എന്തിനാടാ? സ്വന്തം വാപ്പാടെ മയ്യത്ത് പള്ളിപ്പറമ്പിലെ ഖബറിന്റെ അകത്ത് ഇറക്കി വെച്ചിട്ട് അവസാനം അവിടെ നിന്ന് വെള്ളമൊടിച്ച് ദുആയും ചെയ്ത് കഴിഞ്ഞിട്ട് അവസാനം പിരിയുമ്പോ പറയുന്നത് എന്താ? അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമുൽ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ. അതിന്റെ എങ്ങാണം അർത്ഥം അറിഞ്ഞിരുന്നെങ്കിൽ ഒരുപാട് അറിവൊന്നും വേണ്ട, ഒരുപാട് വാഴ്തുകളൊന്നും വേണ്ട. ആ പള്ളിപ്പറമ്പിലെ പിതാവിന്റെ ഖബറിന്റെ ചാരത്ത് നിന്ന് പിരിയുമ്പോ ആ ഉമ്മയുടെയും വാപ്പയുടെയും ഖബറിന്റെ ചാരത്ത് നിന്നിട്ട് നീ പറയുന്ന ഒരു ദുആഇന്റെ അർത്ഥമെങ്ങാണം അറിഞ്ഞിരുന്നെങ്കിൽ മോനെ അതാടാ ഏറ്റവും വലിയ വാഴ്ത്, അതാടാ ഏറ്റവും വലിയ പ്രഭാഷണം. സിറാജ് 2 മണിക്കൂർ കിടന്ന് പ്രസംഗിക്കുന്ന പ്രസംഗം വേണ്ട. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ മോനെ, ആ പള്ളിപ്പറമ്പ് പേടിക്കണ്ട സ്ഥലമാ. മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറയുകയാ 6 സ്ഥലങ്ങളിൽ സംസാരിക്കല്ലേ, 6 സ്ഥലങ്ങളിൽ സംസാരിക്കരുത്. ദുനിയാവിന്റെ കാര്യം പറയരുത്, ദുനിയാവിന്റെ കാര്യം പറയരുത്. ഈ 6 സ്ഥലങ്ങളിൽ മനുഷ്യരെ കാണുമ്പോ കുടുംബകാര്യം ചോദിക്കല്ലേ, വിശേഷം ചോദിക്കല്ലേ, സാമ്പത്തികം ചോദിക്കല്ലേ, രാഷ്ട്രീയം പറയല്ലേ, സുഖവിവരം അന്വേഷിക്കല്ലേ. ഈ 6 സ്ഥലങ്ങളിൽ ആരെങ്കിലും ദുനിയാവിന്റെ കാര്യം പറഞ്ഞ 40 കൊല്ലം ചെയ്ത അമല് പോയി മോനെ. 40 വർഷം നീ ചെയ്ത അമലുണ്ടല്ലോ, നീ നോമ്പ് പിടിച്ചതും നിസ്കരിച്ചതും ഖുർആൻ ഓതിയതും സദഖ കൊടുക്കുന്നതും ദിക്റ് പറയുന്നതും സ്വലാത്ത് പറഞ്ഞതും തഹജ്ജുദ് നിസ്കരിച്ചതും ജീവിതത്തിൽ ചെയ്ത സൽക്കർമ്മങ്ങൾ പൊളിഞ്ഞു പോകുമെന്ന് മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല 6 സ്ഥലങ്ങളിൽ സംസാരിക്കരുത്. 6 സ്ഥലങ്ങളിൽ ഒരാളെ കാണുന്ന സമയം മക്കളൊക്കെ സുഖമായിട്ടിരിക്കുന്നുണ്ടോ, കല്യാണമൊക്കെ കഴിഞ്ഞോ, ഇത് ചോദിക്കാനുള്ള സ്ഥലമല്ലത്. 6 സ്ഥലങ്ങളിൽ വെച്ച് കാണുമ്പോ പരസ്പരം ദുനിയാവിന്റെ കാര്യം സംസാരിച്ചു കഴിഞ്ഞാൽ 40 കൊല്ലം 40 കൊല്ലമാണെന്നുകൊണ്ട് 40 ദിവസം നമുക്ക് 40 ദിവസം പിടിക്കാം. 40 ദിവസം ചെയ്ത അമലുകൾ പൊളിഞ്ഞു പോകും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതിലെ ഒരു സ്ഥലം പള്ളിപ്പറമ്പിലെ ഖബറ. അളിയ സുഖമാണോ അളിയ?
പെണ്ണുപിള്ള പ്രസവിച്ച ആളി എവിടെ വെച്ചാ ചോദിക്കണേ? പള്ളിപ്പറമ്പിൽ നിന്നുകൊണ്ട്. പള്ളിപ്പറമ്പിൽ നിന്നുകൊണ്ടാ ചോദിക്കണേ കച്ചവടമൊക്കെ എങ്ങനെ ഉണ്ടെന്ന്. അല്ലാഹു അഅലം. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ സദസ്സിൽ ഇരുന്നു കൊണ്ട് ഉസ്താദെ ഞാൻ തൗബ ചെയ്യാമെന്ന് തീരുമാനിച്ച നിന്റെ മയ്യത്ത് കൊണ്ടുപോയി ഖബറിൽ ഇറക്കി വെച്ചു, ഖബറിൽ ഇറക്കി വെച്ചു. എന്നിട്ട് എല്ലാവരും കൂടെ പിടിമണ്ണ് വാരിയിട്ടു. അവസാനം നിന്നെ ഖബറിൽ ഇറക്കി വെച്ചിട്ട് പിരിയുമ്പോ നിനക്ക് കിട്ടുന്ന പ്രതിഫലമല്ല, തൗബ ചെയ്ത മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലമല്ല ഞാൻ പറയുന്നത്. നിന്നെ പള്ളിപ്പറമ്പിലെ ഖബറിൽ ഇറക്കി വെച്ചാൽ നിന്റെ ഖബറിന്റെ ചാരത്ത് കിടക്കുന്ന ഖബറാളികൾക്ക് 40 ദിവസം അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറഞ്ഞു തരുന്നു. അവിടെന്ന് പ്രവാചകൻ പറഞ്ഞു, ഇദാ മാത്ത ശാബുൻ തായിബുൻ യർഫഉല്ലാഹുൽ അദാബ അൻ മഖാബിരിൽ മുസ്ലിമീൻ. ഈ തൗബ ചെയ്ത നിന്റെ ജനാസ കൊണ്ടുപോയി ഖബറിൽ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ആ പള്ളിപ്പറമ്പിൽ കിടക്കുന്ന അയൽവാസികളുണ്ടല്ലോ, നിന്റെ അയൽവാസികളാണല്ലോ അവിടെ കിടക്കുന്നത്. ആ ഖബറിന്റെ അകത്ത് കിടക്കുന്നവരുടെ ഖബറിൽ നിന്ന് 40 ദിവസം അല്ലാഹു അദാബങ്ങ് മാറ്റിവെക്കും, നരകത്തിന്റെ വാതിൽ അടയ്ക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആരുടെ ബറക്കത്ത് കൊണ്ട്? തൗബ ചെയ്ത നിന്റെ ബറക്കത്ത് കൊണ്ട്. പിന്നെ നിനക്ക് കിട്ടണ പ്രതിഫലം എന്താന്ന് ചിന്തിച്ചാൽ മതി. തൗബ ചെയ്ത നിനക്ക് നിന്റെ ജീവിതത്തിൽ നീ കള്ളുകുടിച്ചതും വ്യഭിചരിച്ചതും പലിശ തിന്നതും ഇതെല്ലാം അള്ളാഹുടെ മുന്നിൽ പറ്റിപ്പോയി, പടച്ചോനെ ഇനി ചെയ്യില്ല അല്ലാ എന്ന് പറഞ്ഞിട്ട് മരിച്ചുപോയ നിന്റെ മയ്യത്ത് കൊണ്ട് ഖബറിൽ വെക്കുമ്പോ തന്നെ അടുത്തുള്ളവർക്ക് കിട്ടുന്നെങ്കിൽ അപ്പൊ പിന്നെ നിനക്കെന്തായിരിക്കും കിട്ടുന്നത്? അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് തൗബ ചെയ്യല്ലേ. എന്താ ഇത്രയും പറഞ്ഞ് എന്തിനാ? നിങ്ങളൊന്ന് നേരെയാകാനാ. ഇൻഷാ അല്ലാഹ് തൗബ ചെയ്യല്ലേ, തൗബ ചെയ്യല്ലേ. എങ്ങനാ ഈ തൗബ ചെയ്യണ്ടേ? എങ്ങനാ? കാക്ക തൗബ ചെയ്യണത് പോലല്ല. ഞങ്ങളുടെ നാട്ടിലൊരു ചെറിയ കുട്ടികളൊക്കെ കഥ പറയാറുണ്ട്. കഥ പറയാറെന്ന് പറഞ്ഞാൽ കാക്കയുടെ തൗബ എങ്ങനാന്നറിയോ? കാക്ക രാവിലെ പറന്നു വന്ന് മരത്തിന്റെ ശിഖരത്തിൽ ഇങ്ങനെ ഇരിക്കും. മരത്തിന്റെ ശിഖരത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോ വേസ്റ്റ് കാണും, ഓടിപ്പോയി പറന്നു പോയിട്ട് അങ്ങോട്ട് തിന്നും. ആ വേസ്റ്റ് പോയി കൊത്തി തിന്നിട്ട് ഈ വയറ് നല്ലതുപോലെ നിറഞ്ഞു. വീണ്ടും മരത്തിന്റെ മുകളിൽ കയറിയിട്ട് ശിഖരത്തിൽ ഇരുന്നിട്ട് ഈ കാക്ക ചിന്തിക്കും, അയ്യേ ഞാൻ വേസ്റ്റാണോ തിന്നത്, ഇനി തിന്നത്തില്ല. തല കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കും. തലയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചിട്ട് പറയും, ഞാൻ വൃത്തികേട് വേസ്റ്റ് തിന്നു, ഈ കാഷ്ടം തിന്നു, ഇനി ഞാൻ തിന്നില്ല ട്ടാ, ഇനി തിന്നില്ല. കാക്ക തീരുമാനിച്ചു. പിറ്റേ ദിവസം രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് മരത്തിന്റെ മുകളിൽ നിൽക്കുമ്പോ ഇങ്ങനെ ചൂട് പോവാ വേസ്റ്റ് ചെയ്ത്. അപ്പോഴും കാക്ക പറന്നു പോയിട്ട് വീണ്ടും കൊത്തും. ഇതെല്ലാം തിന്ന് വയറ് നിറച്ചിട്ട് മരത്തിന്റെ മുകളിൽ കയറിയിട്ട് പിന്നെയും പറയും, വേസ്റ്റ് തിന്നു പോയല്ലോ, ഇനി തിന്നൂല്ല. അപ്പോഴും തൗബ ചെയ്യും. ഇങ്ങനെ തന്നെയാ കാക്കയുടെ തൗബ എപ്പോഴും ഇങ്ങനെ നടക്കും. അതിങ്ങനെ ചെയ്യുകയും ചെയ്യും. പക്ഷെ ഓരോ ദിവസം കഴിയുമ്പോഴും തിന്നുകൊണ്ടിരിക്കും. തൗബ അങ്ങനെയല്ല. തൗബയ്ക്ക് ചില നിയമങ്ങളുണ്ട്. ചുമ്മാതെ കിടന്നിട്ട് അല്ല പുറത്ത് അല്ല പുറത്ത് അല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. തൗബ ചെയ്യുന്നതിന് ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് തൗബ ചെയ്താലേ അള്ളാഹു നമ്മുടെ തൗബ സ്വീകരിക്കൂ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എങ്ങനെയാ തൗബ ചെയ്യേണ്ടത്? ഒരു 3 സ്വലാത്ത് സ്വല്ലല്ലാഹു اللهم صل على محمد يا رب صل عليه وسلم. എല്ലാവരും ഒരു നല്ല കാര്യം ചെയ്യൂ, ഒരു നല്ല കാര്യം ചെയ്യൂ. പോക്കറ്റിന്റെ പൈസ എടുക്കാനല്ല, പേടിക്കണ്ട. നിങ്ങളുടെ കസേര ഒന്ന് ഫ്രണ്ടിലോട്ട് കയറ്റിയിടൂ. അവിടെ ഒരുപാട് പേര് ബുദ്ധിമുട്ടും. ഒന്ന് കയറ്റിയിട്ടേ ഇപ്പം. അൽഹംദുലില്ലാ. അള്ളാഹു നമ്മളെയൊക്കെ സ്വർഗത്തിലും. ലൈറ്റ് അവിടെ ഇട്ടിട്ട് വന്നു വാപ്പ. ഈ വാപ്പാടെ ടോർച്ച് അവിടെ കിടക്കുന്നു. ആരുടെയോ ടോർച്ച് അവിടെ കിടപ്പുണ്ട്. എല്ലാരും അപ്പന തങ്ങളുപ്പാനങ്ങ് വിട്ടേക്കണം. ആരും കയ്യിൽ പിടിച്ച് ബുദ്ധിമുട്ടിക്കരുത്. തങ്ങന്മാരുടെ കയ്യിൽ മുസാഫകത്ത് ചെയ്യുന്നത് പാപം പൊറുക്കാനുള്ള വഴി തന്നെയാണ്. പക്ഷെ കയ്യിൽ പിടിച്ച് ബുദ്ധിമുട്ടിച്ച ആക്കിബത്ത് മോശമായി പോകും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകും. തങ്ങളുപ്പാനെ സൈഡിൽ കൂടെ അങ്ങ് വിട്ടേരാ ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. ഒന്ന് കേറിയിരിക്കറോ? ആ സെന്ററിലെ വഴിയങ്ങ് അടച്ചാൽ മതി. എന്തിനാ? ഫരീഖും ഫിൽ ജന്ന ഫരീഖും ഫിൽ സഈർ. അത് പരലോകത്ത്. ഇവിടെ ഫരീഖും ഫിൽ ജന്ന മാത്രമേ ഉള്ളൂ. അൽഹംദുലില്ലാഹ്. കൊടുങ്ക അതിങ്ങനെ ചെവിയിൽ അടിക്കണം.
ഒന്ന് കേറിയിരിക്കുക അൽഹംദുലില്ലാ. ആ പുറകിരിക്കണവരെല്ലാരും കയറി അൽഹംദുലില്ലാ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു നാളെ സ്വർഗത്തിലും മുൻസീറ്റിൽ ഇരിക്കാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എങ്ങനെയാ തൗബ ചെയ്യേണ്ടത്? എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടത്? അല്ലാഹുവേ പടച്ചവനെ, എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടതെന്ന് കേൾക്കടാ ചെറുപ്പക്കാരാ. ഈ പാവപ്പെട്ടവന്റെ ശബ്ദം കേൾക്കുന്ന പെങ്ങളെ, എങ്ങനെയാ മോളെ തൗബ ചെയ്യേണ്ടതെന്നറിയുമോ? അതിന് ഒരുപാട് വിളിച്ചു കൂവണമെന്നില്ല, ഒരുപാട് കരയണമെന്നില്ല, ഒരുപാട് നേരം ഇങ്ങനെ പറയണമെന്നില്ല. ഒരു വാക്കാണ് പറയുന്നതെങ്കിലും ആത്മാർത്ഥമായിട്ട് പറയണേ. ഈ സെൻട്രൽ വഴിയും അടച്ചേരുപ്പ. എന്തിനാ ഇനി ഇങ്ങനെ ഈ നടുക്കത്തെ വഴി അതും അടച്ചേരെ? കാരണം നമ്മളെല്ലാ സ്വർഗത്തിന്റെ അവകാശികളാ. എന്തിനാ രണ്ട് ഗ്രൂപ്പാവുന്നേ? ഒറ്റ ഗ്രൂപ്പ് ഇങ്ങോട്ട് കയറി ആ വരിയും അടച്ചേരെ. അൽഹംദുലില്ലാ. അതങ്ങ് അടച്ചിട്ടേരെ. ഇനിയിപ്പോ ബക്കറ്റ് മാത്രമല്ലേ ഉള്ളൂ, അത് വരുന്നവൻ പൊക്കോളും ഇൻഷാ അല്ലാഹ്. കേറ്. അടുത്തിരിക്കാനാ പറഞ്ഞത്. ഈ സെൻട്രലിലെ വഴിയും കടക്കി. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടത്? മനോഹരമായ ഒരു ചരിത്രം പറയാ. നിങ്ങൾക്ക് പഠിക്കുന്നതിന് വേണ്ടി ഒരു ഉദാഹരണം പറയാ. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം. മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തില് പടച്ചവനെ മഴയില്ല, വെള്ളമില്ല, വല്ലാത്ത ക്ഷാമമാണ്. മനുഷ്യന് കുടിക്കാൻ വെള്ളമില്ല, നാൽക്കാലികൾക്കില്ല. പടച്ചവനെ വല്ലാത്ത വെള്ളത്തിന്റെ ക്ഷാമം വന്നപ്പോ എല്ലാവരും കൂടെ മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം മൂസാ നബിയുടെ മുന്നിലേക്ക് കടന്നു വരികയാണ്. മൂസാ നബിയുടെ മുന്നിലേക്ക് കടന്നു വരികയാണ്. എന്നിട്ട് പറയുന്നു, മൂസ നബിയേ, മഴയില്ലാതെ വല്ലാതെ പ്രയാസപ്പെടുകയാണ്, കുടിക്കാൻ വെള്ളമില്ല നബിയേ, ജനങ്ങളും മൃഗങ്ങൾ പോലും വല്ലാത്ത പ്രയാസമാണ്. അതുകൊണ്ട് അവിടെ നിന്ന് ദുആ ചെയ്യണം, അവിടെ നിന്ന് ദുആ ചെയ്യണം. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം ജനങ്ങളോട് മുഴുവനും ഒരു ദിവസം ഒരു സ്ഥലത്ത് ഒരുമിക്കാൻ പറയുകയാണ്. ഒരു സ്ഥലത്തേക്ക് ജനങ്ങളെ മുഴുവനും ഒരുമിച്ച് കൂട്ടി. നമ്മളൊക്കെ മഴയില്ലാതെ വരുമ്പോ ദുആ ചെയ്യാറുണ്ടല്ലോ. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാമിന്റെ അനുയായികൾ മുഴുവനും ഒരു ഗ്രൗണ്ടിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടുകയാണ്. എല്ലാവരും ഒരുമിച്ച് കൂടി. പടച്ചവനെ, കുട്ടികളുണ്ട്, പ്രായമുള്ളവരുണ്ട്, മൃഗങ്ങളുണ്ട്, എല്ലാവരും നൂറുകണക്കിനല്ല പതിനായിരക്കണക്കിന് പേര് മൂസാ നബി അലൈഹിസ്സലാം അവിടെ ഒരു സദസ്സിൽ ഇങ്ങനെ ഒരുമിച്ച് കൂട്ടുകയാണ്. പടച്ചറപ്പേ, എന്നിട്ട് മൂസാ നബി ദുആ ചെയ്യുകയാ. അതാ ലക്ഷക്കണക്കിന് പേര്, നാട്ടുകാർ മുഴുവനും, ഒരു നാട് മുഴുവനും, ബനൂ ഇസ്രായേൽ മുഴുവനും, പടച്ചവനെ ജനങ്ങൾ മുഴുവനും വെള്ളമില്ലാതെ വന്നപ്പോ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയിരുത്തിയിട്ട് മൂസാ നബി അല്ലാഹുവോട് ദുആ ചെയ്യുന്നു. അല്ലാഹ്, മഴയില്ലാതെ വല്ലാതെ ബുദ്ധിമുട്ടുകയാണ് റബ്ബേ, മഴ തരണേ അല്ലാഹ്. മൂസാ നബി ദുആ ചെയ്യുകയാ. മൂസാ നബി ദുആ ചെയ്യുകയാണ്. പടച്ചവനെ, മഴ തരണേ തമ്പുരാന്. മഴ പെയ്യുന്നില്ല, മഴ പെയ്യുന്നില്ല. മൂസാ നബി പിന്നെയും ദുആ ചെയ്യുകയാണ്. അല്ലാഹുവേ, അവസാന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, ആ മുഹമ്മദ് നബിയുടെ ബർക്കത്ത് കൊണ്ട് നീ മഴ തരണേ അല്ലാഹ്. മൂസാ നബി അവിടെ നിന്ന് ദുആ ചെയ്യുമ്പോ അതാ വരുന്നു മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ. അതാ ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് പറന്നിറങ്ങുകയാണ്. മൂസാ നബിയേ, എത്ര ദുആ ചെയ്താലും മഴ പെയ്യൂല, എത്ര ദുആ ചെയ്താലും മഴ പെയ്യൂല. കാരണം എന്തേ ജിബ്രീൽ? കാരണം എന്തേ ജിബ്രീൽ? ഇരിക്കുന്ന ജനസാഗരമുണ്ടല്ലോ, മൂസാ നബിയോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ ദുആഇന്റെ സദസ്സിൽ ഒരുമിച്ച് കൂടിയവരിൽ ഒരു മനുഷ്യനുണ്ട് നബിയേ, 40 കൊല്ലമായിട്ട് അല്ലാഹുവോട് നന്ദി കേട് കാണിക്കുന്നവനാ.
40 വർഷമായിട്ട് അല്ലാഹുവിനോട് നന്ദികേട് ചെയ്യുന്ന ഒരു നന്ദികെട്ട അടിമ ഈ സദസ്സിലുണ്ട് തമ്പുരാന്. മൂസാ നബിയോട് പറയുകയാണ്, ആ നന്ദികെട്ടവൻ ഒന്നുകിൽ തൗബ ചെയ്യണം, അല്ലെങ്കിൽ അവൻ എഴുന്നേറ്റ് പോകാതെ മഴ പെയ്യില്ല നബിയേ, അല്ലാഹു മഴ തരില്ല നബിയേ. മൂസാ നബിക്ക് അത്ഭുതമായി. മൂസാ നബി അതാ തന്റെ മുന്നിൽ ഒരുമിച്ച് കൂടിയ ജനങ്ങളോട് അവിടെ നിന്ന് വിളിച്ചു പറയുകയാണ്, മഴ പെയ്യാത്തതിന്റെ കാരണം എന്തെന്നറിയുമോ? 40 കൊല്ലമായിട്ട് അല്ലാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് നടക്കുന്ന ഒരാള് ഈ സദസ്സിലിരിപ്പുണ്ട്. അവൻ എഴുന്നേറ്റ് പോകാതെ മഴ പെയ്യില്ല എന്ന് മൂസാ നബി അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോ പടച്ചവനെ ജനങ്ങൾ മുഴുവനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ്. മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്തു. ജനസാഗരം ഇങ്ങനെ ഇരിക്കേണ്ട പ്രായമുള്ളവർ, കൊച്ചുകുട്ടികൾ, ഗർഭിണികൾ എല്ലാരെയും ഒരുമിച്ച് കൂട്ടി ഇരുത്തിയിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്തു, പടച്ചവനെ മഴ താ അല്ലാഹ്, മഴ പെയ്യണില്ല. അല്ലാഹുവേ, അവസാന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ അവസാന പ്രവാചകന്റെ ബർക്കത്ത് കൊണ്ടെങ്കിലും മഴ താ അല്ലാഹ്. ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറഞ്ഞു, പെയ്യൂല. കാരണം 40 കൊല്ലമായിട്ട് അല്ലാഹനെ ധിക്കരിച്ച് നടക്കുന്ന ഒരുത്തൻ ഈ സദസ്സിലുണ്ട്, അവൻ എഴുന്നേറ്റ് പോകട്ടെ, മഴ തരാം. മൂസാ നബി അലൈഹിസ്സലാം തന്റെ മുന്നിലിരിക്കുന്ന ജനങ്ങളോട് പറഞ്ഞു, 40 കൊല്ലമായിട്ട് അള്ളാഹുവിനെ ധിക്കരിച്ച് നടക്കുന്ന തൗബ ചെയ്യാത്ത ഒരാൾ ഈ സദസ്സിലുണ്ട്, ഓൻ എഴുന്നേറ്റ് പോയാലേ മഴ പെയ്യത്തുള്ളൂ, ആരാണെങ്കിലും എഴുന്നേറ്റ് പോകണം. ജനങ്ങൾ മുഴുവനും പരസ്പരം മുഖാമുഖം നോക്കിക്കൊണ്ടിരിക്കുമ്പോ ഈ 40 കൊല്ലമായിട്ട് പാപം ചെയ്യണ മനുഷ്യൻ ഇങ്ങനെ ചിന്തിച്ചു, അല്ലാഹ് ഇവിടെ നിപ്പ എഴുന്നേറ്റ് പോയാൽ നാണം കെടും. ഇത്രയും പേരുടെ മുന്നിൽ ഞാൻ മാത്രം എഴുന്നേറ്റ് പോയാൽ എല്ലാവരുടെ മുന്നിൽ ഞാൻ നാണം കെടും. ഈ മനുഷ്യൻ എന്ത് ചെയ്തെന്നറിയോ? അല്ലാഹുവേ, മുഖം ഇങ്ങനെ താഴ്ത്തി പിടിച്ചിട്ട് പതുക്കെ ഇങ്ങനെ റബ്ബിനോട് പറഞ്ഞു, അല്ലാഹ് ഇത്രയും കാലം ഞാൻ ചെയ്തത് മുഴുവനും പാപമാ. ഈ 40 കൊല്ലം ഞാൻ നിന്നോട് ചെയ്തത് മുഴുവനും പടച്ചവനെ ഞാൻ പാപം ചെയ്തവനാ. ഞാൻ അംഗീകരിക്കുന്നു പടച്ചവനെ, എന്നെ നീ നാണം കെടുത്തരുത്, എന്നെ നീ നാണം കെടുത്തരുത്. ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ ഞാൻ നന്നാകും പടച്ചവനെ. ഒരൊറ്റ വാക്ക്. ഈ മനുഷ്യൻ ഇങ്ങനെ മുഖം താഴ്ത്തി വെച്ചിട്ട് അള്ളാഹുവിനോട് സ്വകാര്യം പറയുക, സമാധാനത്തോടെ പറയുക, പടച്ചവനെ 40 കൊല്ലം ചെയ്തത് മുഴുവനും ഞാൻ അംഗീകരിച്ചു പടച്ചവനെ, ഇനി ഞാൻ ചെയ്യില്ല അല്ലാഹ്, ഇനി ഞാൻ ചെയ്യില്ല അല്ലാഹ്, എന്നെ നീ നാണം കെടുത്തല്ലേ പടച്ചവനെ. പറഞ്ഞു തീരേണ്ട താമസം ആകാശത്ത് നിന്നും മഴത്തുള്ളികൾ പെയ്തിറങ്ങുകയാ. ആകാശത്ത് നിന്നും മഴത്തുള്ളികൾ പെയ്തിറങ്ങുകയാ. മൂസാ നബി അലൈഹിസ്സലാമിന് അത്ഭുതമായി. ആരും എഴുന്നേറ്റ് പോയതുമില്ല, ദുആയും ചെയ്തില്ല, മഴ പെയ്തു. എങ്ങനെ? മൂസാ നബിക്ക് വല്ലാത്ത അത്ഭുതം. പടച്ചവനെ, ആരും ഈ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോയില്ല. ഞാനാണെങ്കിലും മഴതാ എന്ന് പറഞ്ഞ് രണ്ടാമത് അല്ലാഹുവോട് ദുആ ചെയ്തതുമില്ല, പക്ഷെ മഴ പെയ്തു. എങ്ങനെ? മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് പറഞ്ഞു കൊടുത്തു, നബിയെ, ആ അടിമ തൗബ ചെയ്തു, അവന്റെ തൗബ കാരണമാ മഴ പെയ്തേ. ആ ഒരൊറ്റ മനുഷ്യന് 40 കൊല്ലം അല്ലാഹനെ ധിക്കരിച്ച് നടന്ന ഒരാള് നിലവിളിച്ചില്ല, വലിയ ദുആവൊന്നും ചെയ്തില്ല, കുനിഞ്ഞിരുന്നിട്ട് ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, അല്ലാഹ് ചെയ്തത് മുഴുവനും തെറ്റ്, അംഗീകരിച്ചു, ഇനിയില്ല അല്ലാഹ്. ഒരൊറ്റ ഇഖ്ലാസോടു കൂടിയുള്ള ഒറ്റ ഒരു തൗബ. ആ മനുഷ്യന്റെ തൗബ അല്ലാഹു സ്വീകരിച്ചു. ആകാശത്ത് നിന്നും മഴ പെയ്തിറങ്ങി എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അതിനാണ് തൗബ എന്ന് പറയുന്നത്. അതിനാണ് നിഷ്കളങ്കമായ തൗബ, ഇഖ്ലാസോടുകൂടിയുള്ള തൗബ. അല്ലാതെ അല്ലാഹ് അല്ലാഹ് പുറത്ത് അല്ലാഹ് പുറത്ത് അല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. എന്ത് അസ്തഗ്ഫിറുല്ലാഹ്? സത്യത്തിൽ എന്റെ പൊന്നാര ചങ്ങാതിമാരെ, ഈ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞത് തസ്ബീഹ് ഇങ്ങനെ കൂട്ടാനുള്ളതല്ല, ചുമ്മാതെ ഇരുന്നിട്ട് അസ്തഗ്ഫിറുല്ലാഹ് 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 ഇങ്ങനെ അടിക്കാനുള്ളതല്ല. ഈ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുന്നത് ഒരു തൗബയാ. ഒരു മനുഷ്യൻ എത്ര വലിയ പാപം ചെയ്തവനാണെങ്കിലും മനസ്സറിഞ്ഞിട്ട് ഒരു അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞാൽ മതി. മനസ്സറിഞ്ഞിട്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ ചരിത്രം കാണുകയാണ്. ഒരു അസ്തഗ്ഫിറുല്ലാഹ് നിസ്സാരമായിട്ട് ആണുങ്ങളും പെണ്ണുങ്ങളും ഇങ്ങനെ നിസ്സാരമായി പള്ളിക്ക് ഇങ്ങനെ തള്ളിക്കളയാറുണ്ട്, പറഞ്ഞു കളയാറുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ ഹസൻ ബസരി തങ്ങള് വഅദ് പറഞ്ഞുകൊണ്ടിരിക്കുക. ഹസൻ ബസരി തങ്ങൾ ഇങ്ങനെ വഅദ് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇങ്ങനെ വഅദ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അസ്തഗ്ഫിറുല്ലാഹയെ കുറിച്ചാ പറയണേ.
അസ്തഗ്ഫിറുല്ലാഹയെ കുറിച്ച് ഇങ്ങനെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോ ആ നാട്ടിലെ ഏറ്റവും വൃത്തികെട്ടവൻ വഅദ് കേൾക്കാൻ വന്നു. എല്ലാവർക്കും അറിയാം, ആ നാട്ടിലെ ഏറ്റവും വലിയ കള്ളുകുടിയൻ, ഏറ്റവും വലിയ മോശക്കാരനായ മനുഷ്യൻ സദസ്സിലേക്ക് കയറി വരുന്നത് കണ്ടപ്പോഴേ ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ തുടങ്ങി. അല്ലാ, ഇവനും വരുന്നു പടച്ചവനെ വഅദ് കേൾക്കാൻ. ഈ റമളാൻ മാസത്തില് പള്ളി കയറാത്ത ആൾക്കാർ പള്ളി നിസ്കരിക്കാൻ വരുമ്പോ ചിലര് ചോദിക്കും, അളിയ നീയും പള്ളിക്കകത്ത് കയറിയവിടാന്ന് ചോദിക്കാറുണ്ട്. സത്യത്തിൽ അങ്ങനെ ചോദിക്കാൻ പാടില്ല എന്നാ, കാരണം ആ വന്നവൻ വന്ന വഴിയെ തന്നെ തിരിച്ചു പോകും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എടാ, നീയും പള്ളിക്കകത്ത് കയറിയോ? എത്ര ദിവസത്തേക്കാണെന്ന്? അങ്ങനല്ല. ഈ മനുഷ്യൻ കയറി വരുന്നത് കണ്ടപ്പോഴേ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ തുടങ്ങി. ഈ മനുഷ്യൻ നേരെ കയറി വന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഇരുന്നു. അപ്പൊ മഹാനായ ഹസൻ ബസ്രി റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ പറയുകയാ, ജീവിതത്തിൽ എത്ര വലിയ പാപം ചെയ്താലും ഒരു അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞാൽ മതി, അള്ളാഹു അവന്റെ പാപം പൊറുക്കും. ഈ മനുഷ്യൻ എഴുന്നേറ്റ് നിന്നിട്ട് ചോദിച്ചു, എന്റെ പാപം പൊറുക്കുമെന്ന്. ഞാനൊരു അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞാൽ എന്റെ പാപം പൊറുക്കോ? എടാ, നീ അല്ലടാ, നിന്നെ പോലെ 100 എണ്ണത്തിന്റെ പാവം വേണമെങ്കിൽ അള്ളാഹു പൊറുക്കും. ചരിത്രം പറയുകയാ, ആ മനുഷ്യനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി. ആ മനുഷ്യന് കുരിഞ്ഞങ്ങിട്ടിരുന്നു. ആ സദസ്സിലിരുന്നു കൊണ്ട് കണ്ണ് നിറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് പറഞ്ഞു, പടച്ചോനെ, ഇത്രയും കാലം ഞാൻ ചെയ്തത് മുഴുവനും പാപമാ. അസ്തഗ്ഫിറുല്ലാഹൽ അദീം, നീ എനിക്ക് പുറത്തു തരണേ തമ്പുരാനെ. ആരും കേട്ടില്ല. ഈ മനുഷ്യൻ അവിടെ ഇരുന്നു കൊണ്ട് ഒരേ ഒരു കാര്യം പറഞ്ഞു, അല്ലാഹുവേ, ഈ മനുഷ്യൻ പറയുന്നു അസ്തഗ്ഫിറുല്ലാഹ് എന്നൊരു മനുഷ്യൻ ഇഖ്ലാസോടുകൂടി പറഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ ചെയ്ത പാപം മുഴുവനും അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് ഞാൻ ഈ മനുഷ്യൻ പറയുന്നത് വിശ്വസിക്കുന്നു പടച്ചവനെ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, ഇനി ഒരിക്കലും ഞാൻ ചെയ്യില്ല തമ്പുരാനെ. എന്നിട്ട് ഈ മനുഷ്യൻ പറഞ്ഞു, എന്റെ തൗബ നീ സ്വീകരിച്ചെങ്കിൽ 3 അടയാളം എനിക്ക് കാണിച്ചു തരണം. വെറുതെ ഓസിന് പറ്റൂല. ഈ മനുഷ്യൻ എന്തേ പറഞ്ഞത്? അല്ലാഹുവേ പടച്ചവനെ, എന്റെ തൗബ നീ സ്വീകരിച്ചെങ്കിൽ എനിക്ക് 3 അടയാളം കാണിച്ചു തരണം. 1, നീ എനിക്ക് ഇൽമു പഠിപ്പിച്ചു തരണം. ഒന്നാമതായിട്ട് പറഞ്ഞത്, എനിക്ക് ഇൽമു പഠിപ്പിച്ചു തരണം, നിന്റെ ഇൽമു, അറിവ്. 2, പടച്ചവനെ, ഏറ്റവും മനോഹരമായ ശബ്ദം എനിക്ക് തരണം. വല്ലാത്ത കണ്ടീഷനാ വെച്ചത്. ഒന്നാമത്തെ കണ്ടീഷൻ പറഞ്ഞു, എനിക്ക് ആലിമാകണം പടച്ചവനെ. 1, എനിക്ക് അറിവ് തരണം. 2, അല്ലാഹുവേ, ഏറ്റവും മനോഹരമായ ശബ്ദം എനിക്ക് വേണം. 3, എനിക്ക് ജോലിക്ക് പോകാനൊന്നും വയ്യ, തിന്നാനുള്ള ഭക്ഷണം നീ തരണം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്തേ ചിരിക്കണേ? അല്ലാഹുക്ക് ആകാശത്ത് നിന്ന് മഞ്ഞും സെൽവി ഇറക്കി കൊടുക്കാൻ പറ്റുമെങ്കിൽ പിന്നെ നമുക്ക് എന്ത് തരാൻ പാട്? എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്ക്. നല്ല കാടക്കോഴിയല്ലേ ഉസ്താദ്? ചുട്ട പൊരിച്ച കാടക്കോഴിയും എന്നിട്ട് നല്ല തേനിന്റെ കട്ടയും എവിടെ നിന്നിറങ്ങി വന്നു? ആകാശത്ത് നിന്നിറങ്ങി വന്നു. അത് തിന്നപ്പോഴാ കുത്തളവ്. ഇത് ചുമ്മാതെ വീട്ടിൽ ഇരുന്ന് തിന്നുമ്പോഴേ എല്ലിനകത്ത് കയറും, അപ്പോഴാ കുത്തളവുക. ഇതുപോലെ തന്നെ അവർക്ക് ഇളകിയത്. അള്ളാഹു ഇത്രയും നല്ല ഭക്ഷണം കൊടുത്തപ്പോ അവര് ചെന്നിട്ട് പറയാ, പൊന്നാര നബിയെ, ഇതൊന്നും വേണ്ട കേട്ടാ, ഒരു ഭക്ഷണം കഴിച്ചു മടുത്തു, വല്ല ചീരയും പയറും ഒക്കെ തരാൻ എന്ന് പറഞ്ഞതുപോലെ ഈ മനുഷ്യൻ അള്ളാഹുവിനോട് പറഞ്ഞത് 3 കണ്ടീഷൻ. എന്റെ തൗബ നീ സ്വീകരിച്ചെങ്കിൽ അള്ളാഹുവെ, നീ എനിക്ക് 3 അടയാളം കാണിച്ചു തരണം. 1, എനിക്ക് അറിവ് തരണം. 2, മനോഹരമായ ശബ്ദം തരണം. 3, കഴിക്കാനുള്ള ഭക്ഷണം നീ തരണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മനുഷ്യൻ ഇതെല്ലാം പറഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ എഴുന്നേറ്റിട്ട് ഹസൻ ബസ്രി തങ്ങളുടെ മുന്നിൽ പോയിട്ട് പറഞ്ഞു, എനിക്ക് ഇൽമു പഠിക്കണം, എനിക്ക് അറിവ് പറഞ്ഞു തരണം. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനവറുകളുടെ ശിഷ്യനായിട്ട് ഇൽമു പഠിക്കാൻ തുടങ്ങി. ചരിത്രം പറയുന്നു, അള്ളാഹു അദ്ദേഹത്തിന്റെ ശബ്ദം തുറന്നു കൊടുത്തു. ആ മനുഷ്യൻ ഖുർആൻ ഓതുമ്പോ പറവകൾ പോലും പറന്നു വന്നിരുന്ന് കേൾക്കുമായിരുന്നു. ആ മനുഷ്യനെങ്ങാനും അവിടുന്ന് പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുമ്പോ പറന്നു പോകുന്ന പറവകൾ പോലും വന്നിരുന്നിട്ട് ഇങ്ങനെ കേൾക്കും. അൽഹംദുലില്ലാ, അത്രയും മനോഹരമായ ശബ്ദം. ചിലരൊക്കെ കേട്ടിട്ടില്ലേ, പാട്ട് പാടുന്നതൊക്കെ കേൾക്കാൻ എന്താ രസം, മനോഹരമായ ശബ്ദം. നല്ല നല്ല ഗായകന്മാരുടെ പാട്ട് കേൾക്കാൻ അല്ലേ? അള്ളാഹു നമുക്ക് സ്വർഗത്തിൽ പോയിരുന്നു പാട്ട് കേൾക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ആമീൻ പറ. എവിടെ പോയിരുന്ന് പാട്ട് കേൾക്കണം? എന്താ സ്വർഗത്തിൽ പാട്ടില്ലേ? സ്വർഗത്തിൽ നല്ല ഗായകനുണ്ട്. അള്ളാഹു പോയി പാട്ട് കേൾക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ആരാപ്പ സ്വർഗത്തിലെ ഗായകൻ? ഇവിടുത്തെ ഏറ്റവും നല്ല പാട്ടുകാരൻ ആരാ? ഞങ്ങളുടെ നാട്ടിൽ യേശുദാസ. ഇവിടെ ആരോടാ ചോദിക്കണേ? ആരാപ്പ ഇവിടുത്തെ ഏറ്റവും നല്ല പാട്ട് പാടുന്ന ആളാരാ? നിങ്ങളൊക്കെ മലക്കുകള്, ഞാൻ മാത്രം മനുഷ്യൻ.
നിങ്ങളാരും പാട്ട് കേൾക്കൂലല്ലേ? കന്നഡത്തിലെ ഏറ്റവും നല്ല ഗായകന്റെ പേരെന്താ ഉസ്താദ്? അറിയില്ല? ഇതൊക്കെ ഇത്തിരി ഓവറല്ലേ? ഇത് നിങ്ങൾക്ക് തന്നെ ഇരിക്കണ സ്ഥലത്തോടെ താന്നു പോകും. ഇങ്ങനെയൊന്നും ഓവറാവരുത്. എന്തിലാവട്ടെ, സ്വർഗത്തിൽ പോയിട്ട് പാട്ട് കേൾക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. സ്വർഗത്തിൽ പാട്ട് പാടുന്നതാരാ? സ്വർഗത്തിൽ പാട്ട് പാടുന്നതാരാ? അള്ളാഹുവിന്റെ പ്രവാചകന്മാർ 1,24,000 പരം വരുന്ന പ്രവാചകന്മാരിൽ ഏറ്റവും മനോഹരമായ ശബ്ദം മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാം. ഏറ്റവും മനോഹരമായ ശബ്ദം, വല്ലാത്ത ശബ്ദമാ. അള്ളാഹു വല്ലാത്ത ശബ്ദം കൊടുത്തു. ദാവൂദ് നബി അലൈഹിസ്സലാം സബൂർ എന്ന് പറയുന്ന തന്റെ കിതാബ് വായിക്കുമ്പോ പടച്ചവനെ പറവകൾ പറന്നു വന്നിരിക്കും. സിംഹവും കടുവയും വന്യമൃഗങ്ങൾ പോലും അനുസരണയോടുകൂടി വന്നിരുന്ന് കേൾക്കുമായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുകയാണ്. ഈ ദാവൂദ് നബിയെ നാളെ സ്വർഗത്തിൽ പാട്ട് പാടുന്നത്. അള്ളാഹു കേൾക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. കേൾക്കണ്ടേ? കേൾക്കണോ? കേൾക്കണമെങ്കിൽ രാത്രി കിടക്കുമ്പോ ഹെഡ്സെറ്റ് ചെവിക്കകത്ത് കയറ്റി വെച്ചിട്ട് നല്ല പാട്ട് ഇട്ടുകൊണ്ട് കിടന്നാ കേൾക്കാം. ഇവിടെ ഇങ്ങനെ കിടന്നാ കേൾക്കാം. ഇവിടെ നമ്മളെങ്ങനാ രാത്രി കിടക്കുമ്പോ 2 എണ്ണം കൂടെ ചെവിക്കകത്ത് കയറ്റി വെച്ചിട്ട് ഇടി. എന്താ ഇടിയില്ലേ? ഇടി നിന്റെ നെഞ്ചത്തിടിക്കുന്ന ആളെ നരകത്തിൽ മലക്കുകൾ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഈ മനുഷ്യൻ, ഈ അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞ മനുഷ്യൻ അങ്ങോട്ട് ഖുർആൻ പാരായണം ചെയ്താൽ അള്ളാഹുവെ പറവകൾ പോലും വന്നിരുന്ന് കേൾക്കും. അത്രയും മനോഹരമായ ശബ്ദം അള്ളാഹു തുറന്നു കൊടുത്തു. 3, രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വീടിന്റെ വാതിൽ തുറക്കുമ്പോ ഭക്ഷണം ഉണ്ടാകും. അതിനകത്ത് എഴുതിയിട്ടുണ്ടാകും ഇത് ഹലാല. അള്ളാഹുവെ പടച്ചവനെ, ആ മനുഷ്യൻ ആ ഭക്ഷണവും കടിച്ച് ഇൽമിന്റെ മാർഗത്തിലേക്ക് ദീൻ ഇൽമു പഠിക്കാൻ പോയിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ മടക്കണ അസ്തഗ്ഫിറുല്ലാഹയുടെ മഹത്വമാണ് ഞാൻ പറഞ്ഞേ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതെന്റെ പ്രിയമുള്ളവരോട്, നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ ചെയ്തത് 30, 40, 50, 60 വർഷക്കാലം ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും അല്ലാഹു പുറത്തു തരാൻ ഒരേ ഒരു അസ്തഗ്ഫിറുല്ലാഹ് മതി സഹോദരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹുവേ, നിങ്ങൾ അല്ലാഹുവിന്റെ മുന്നിൽ ആത്മാർത്ഥമായിട്ടൊരു അസ്തഗ്ഫിറുല്ലാഹ് പറ. ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും പടച്ച റബ്ബിന്റെ മുന്നിൽ പറയേണ്ടതുപോലെ ഒന്ന് പറയാൻ കഴിഞ്ഞാൽ നിന്റെ പാപങ്ങൾ മുഴുവനും അല്ലാഹു പുറത്തു തരുമെന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ആരാണ് തൗബ ചെയ്യുന്നത്? പാപങ്ങൾ പിന്നെയും പിന്നെയും ഇങ്ങനെ ചെയ്തു കൂട്ടുകയാണ്. ഒരവസാനമില്ല. അല്ലാഹുവേ, ഞാൻ കള്ളു കുടിച്ചല്ലോ, വ്യഭിചരിച്ചല്ലോ, പലിശ തിന്നല്ലോ, ഓരോ ദിവസവും പാപം ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഭർത്താവിനെ വഞ്ചിക്കുന്ന പെണ്ണുങ്ങള് ഭർത്താവ് അറിയാതെ വരുമ്പോ പിന്നെയും പിന്നെയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭാര്യ അറിയാതെ ഭർത്താവ് കണ്ടവളുടെ കൂടെ നടക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, 3, 4 സിം എടുത്തിട്ട് വാട്സപ്പിലൂടെ ചാറ്റ് ചെയ്തുകൊണ്ട് നഗ്നചിത്രങ്ങൾ പരസ്പരം ഷെയർ ചെയ്യുകയാ. എങ്കിലെന്തേടാ ചെറുപ്പക്കാരാ ചിന്തിക്കാത്തത്? ആര് കണ്ടില്ലെങ്കിലും അല്ലാഹ് കാണുന്നുണ്ടല്ലോ. അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ. ഇത് വെറുതെ പറയുന്നതല്ല. കണ്ടുപിടിക്കുന്ന ചെറുപ്പക്കാരാ, ആരും കാണാതെ കാമുകനെ വീട്ടിലേക്ക് വിളിച്ചു കയറ്റുന്ന പെങ്ങളെ, കാമുകന്റെ ബൈക്കിന്റെ പുറകിൽ ഫർദ ഇട്ടുകൊണ്ട് തറയിൽ അതാ ഹെലിമറ്റും എടുത്ത് വെച്ചുകൊണ്ട് കറങ്ങുന്ന പെങ്ങളെ, ആര് കണ്ടില്ലെങ്കിലും അല്ലാഹ് കാണുന്നുണ്ടല്ലോ. അല്ലാഹു സാക്ഷിയാണല്ലോ. നാളെ പടച്ച റബ്ബിന്റെ മുന്നിൽ അതിനെക്കുറിച്ച് മറുപടി പറയണമല്ലോ. എന്തേ ചിന്തിക്കാത്തത്? ചിരിച്ചും കളിച്ചും ആസ്വദിച്ചു കൊണ്ടിങ്ങനെ ജീവിച്ചാ പോരാ. ഒരുപാട് ചിരിക്കല്ലേ, ഒരുപാട് സന്തോഷിക്കല്ലേ മക്കളെ. അല്ലാഹുവേ, ഒരുപാട് ചിരിക്കുന്നവരോട്, ഒരുപാട് അടിച്ചു പൊളിക്കുന്നവരോട് മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, കുല്ലു ഇംറിഇൻ മുസബ്ബഹുൻ ഫീ അഹ്ലിഹി വൽ മൗതു വദിനാ മിൻ സിറാകി നഅലിഹി. ഒരുപാട് ചിരിക്കുന്നവരോട്
ഒരുപാട് ആസ്വദിക്കുന്നവരോട് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറഞ്ഞു തരികയാ, ഇടയ്ക്കിടയ്ക്ക് കാലിൽ കിടക്കുന്ന ചെരുപ്പിലൊന്ന് നോക്ക്, ഇടയ്ക്കിടയ്ക്ക് കാലിൽ കിടക്കുന്ന ചെരുപ്പിലൊന്ന് നോക്ക്. ആ ചെരുപ്പിന്റെ മാറ് നിന്റെ കാലിന്റെ തൊലിയോട് എത്ര അടുത്ത് കിടക്കുന്നോ അതുപോലെ മരണം നിന്റെ കൂടെയുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാ, യാ അയ്യുഹന്നാസ് തുബുകൂ ഫഇല്ലം തബുകൂ ഫതബാകൂ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാ, നിങ്ങൾ ഒരുപാട് ചിരിക്കല്ലേ, നിങ്ങൾ കരയണേ, നിങ്ങൾ കരയണേ, നിങ്ങൾ ദുആ ചെയ്യുന്ന സമയത്ത് കരയണേ. ഇത് പറയുന്നത് അല്ലാഹുവിന്റെ റസൂലാ, ലോകത്തിന്റെ നേതാവ് പറയുകയാണ്, നിങ്ങൾ കരയണേ. ഇത് നിങ്ങൾക്ക് കരച്ചിൽ വരുന്നില്ലേ? നിങ്ങൾ കരയുന്നവരെ പോലെ അഭിനയിക്കണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിങ്ങൾക്ക് കരച്ചിൽ വരുന്നില്ലെങ്കിൽ സിനിമ കണ്ടിട്ട് കരയുമല്ലോ, സീരിയൽ കണ്ടിട്ട് കരയുമല്ലോ, ക്യാൻസർ പിടിച്ചവനെ കാണുമ്പോ കരയുമല്ലോ, ശരീരം തളർന്നു കിടക്കുന്നവനെ കാണുമ്പോ കരയുമല്ലോ, ശരീരം വേദനിക്കുന്ന സമയത്ത് കരയുമല്ലോ, മരണ വീട്ടിൽ പോയി കിടന്ന് കരയുമല്ലോ, സമ്പത്ത് നഷ്ടപ്പെടുമ്പോൾ കരയുമല്ലോ. എങ്കിൽ കരയേണ്ടതെപ്പോഴാ? ദുആ ചെയ്യുമ്പോ കരയണേ, ദുആ ചെയ്യുമ്പോ കരയണേ. കരച്ചല് വരുന്നില്ലേ? അഭിനയിക്ക്, കരയുന്നവരെ പോലെ അഭിനയിക്ക്, കരയുന്നവരെ പോലെ അഭിനയിക്ക്. ഇനി അങ്ങനെ അഭിനയിക്കാൻ പോലും തയ്യാറായില്ലെങ്കിൽ ഫഇന്ന അഹ്ലന്നാരി യബ്കൂ, നരകവാസികൾ കിടന്ന് കരയുകയാ, നരകവാസികൾ കിടന്ന് കരയുകയാ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നരകത്തിൽ കിടന്ന് ജനങ്ങൾ വിളിച്ചു കൂവുകയാണ്, അല്ലാഹുവേ, കരഞ്ഞ് കരഞ്ഞ് കണ്ണീര് തീർന്നാൽ സുമ്മയസീലു ദിമാ, പിന്നെ ഒഴുകുന്നത് രക്തമാ.